ഹായ് ഹലോ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വിസ റിന്യൂ ചെയ്യാനായിട്ട് ബഹ്റൈനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന കുറച്ച് വിശേഷങ്ങളും അതുപോലെ അവിടെ എന്തെല്ലാമാണ് ആവശ്യം എന്നുള്ളതും അതുപോലെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോയ്ക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ പോകുന്നത് രാവിലെയാണ് കേട്ടോ. രാവിലെയാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഒരു 5:30 ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര റഷാണ് കേട്ടോ ഈ ഒരു സമയത്ത്. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 1 മണിക്കൂർ മുന്നേക്ക് ഇങ്ങോട്ടേക്ക് എത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ കറക്റ്റ് ടൈമിന് തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം എമ്മിമോനെ കൊണ്ട് കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ ഇതാ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതാ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവാണ് കേട്ടോ. എമ്മിമോൻ ഇതാ നല്ല ആക്റ്റീവായിട്ട് നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ആൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഉറക്കൊക്കെ വന്നൊരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ എത്തിയപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം അറിയാവുന്ന ഒരു പ്രായമായതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പ്രാവശ്യം ഞങ്ങൾ വന്നതിൻ്റെ ശേഷം നമ്മളിപ്പോൾ റിയാദിലും കുറച്ച് ദിവസം പോയിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓന് വിചാരിക്കുന്നത് ഞങ്ങൾ വീണ്ടും റിയാദിലേക്ക് തന്നെയാണ് പോകണമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഹാപ്പിയിലാണ് ആൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിയാദിൽ പോയി നിൽക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. കാരണം നമ്മളൊരു കറക്റ്റ് ടൈമിൽ എത്താമെന്ന് വിചാരിച്ചിട്ട് വന്നപ്പോഴത്തേനും ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറി എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഒന്ന് പെട്ടെന്ന് വന്ന് എയർപോർട്ടിലൊന്നും ഇരിക്കാൻ പോലും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേഗം വന്ന് ഫ്ലൈറ്റിൽ കയറി എന്നുള്ള പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. എമ്മിക്കുട്ടി ഇതാ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഡയറക്റ്റ് പോകുന്നത് ദമാമിലേക്കാണ് കേട്ടോ. അവിടുന്ന് പിന്നെ എയർപോർട്ടിൽ നിന്ന് റെൻറ്റിന് വണ്ടി എടുത്തതിന് ശേഷം ബഹ്റൈനിലേക്ക് പോകാമെന്നുള്ളതാണ് പ്ലാനിങ്. പിന്നെ നമുക്കിതാ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അധികം അങ്ങനെ ഫുഡിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ എമ്മിക്കുട്ടി ഇങ്ങനെ വിശക്കുന്നതെന്ന് പറഞ്ഞ നേരം നമ്മൾ അവിടെ നിന്നൊരു നൂഡിൽസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന്. ഞങ്ങളും തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എമ്മിക്കുട്ടിക്ക് ഇനി വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം ആവാത്തതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനൊന്നും മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ എമ്മിക്കുട്ടിയെങ്കിലും എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജോർദാനിൽ പോയേരം നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ. പിന്നെ അന്ന് എമ്മിമോൻ ഇതിനേക്കാളും ചെറിയ കുട്ടിയായിരുന്നു. ഒരു 2 വയസ്സൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ജോർദാനിൽ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ റിന്യൂ ചെയ്യാൻ പോയേരം ബോർഡറിൽ പോയിട്ട് തിരിച്ച് വരാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെയും അതുപോലെയൊക്കെ ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ദമാമിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വേഗം പുറത്തിറങ്ങി. ലഗേജ് ഒന്നുമില്ല, എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങളിതാ നേരെ താഴെ പോയിട്ട് അൽബേക്കിൽ പോയിട്ട് എന്തെങ്കിലും സാൻഡ്വിച്ച് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിനി പോണ വഴിയിൽ ചിലപ്പോൾ ഫുഡ് കഴിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. 10:30 ആയിരുന്നു നമ്മൾ ബോർഡർക്ക് പോകാനായിട്ട് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോബാറിൽ നിന്നാണ് കേട്ടോ വേറെ വണ്ടിയിൽ അവിടേക്ക് പോണത്. അപ്പോൾ ഇതാ നമ്മളിവിടുന്ന് നല്ല അടിപൊളി എഗ് സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് പിന്നെ നമുക്ക് റെൻറ്റിനും കൂടി വണ്ടി എടുക്കണം. കാരണം നമ്മളിനി നൈറ്റിലാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ വണ്ടി എടുക്കാനാണ് ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഇനി വണ്ടിയും കൂടി എടുക്കാനുണ്ട്. അതിന് ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മളിനി നേരെ അതിൻ്റെ താഴോട്ടാണ് കേട്ടോ പോണത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്കിതിവിടെ റെൻറ്റിൻ്റെ വണ്ടിയൊക്കെ ഉള്ള ഒരു സംഭവം. അങ്ങനെ നമ്മളിവിടെ വന്ന് നമ്മളെപ്പോഴും വണ്ടി എടുക്കുന്നത് ബഡ്ജറ്റിൽ നിന്നാണ് കേട്ടോ. നല്ല സർവീസാണ് അവരത്. അപ്പോൾ നമ്മളെപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും റിയാദിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ തന്നെയാണ് വണ്ടി എടുക്കുക. അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞ സമയമായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു 10 മണിക്കെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 10:30 പറഞ്ഞതാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു അരമണിക്കൂറെങ്കിലും ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിത് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി വേഗം ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. എമ്മിക്കുട്ടിക്കും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എപ്പോഴാണ് തിരിച്ച് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഫുഡ് അയച്ച് എമ്മിക്കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി ഇങ്ങനെ കോബാർക്കാണ് ഡയറക്റ്റ് പോണത്. ഇവിടെ ഒരു കാമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പറഞ്ഞ സമയമായപ്പോഴത്തേനും കോബാറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അവർ പറഞ്ഞ ലൊക്കേഷനിൽ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിയതിന് ശേഷം വിളിച്ചു നോക്കിയപ്പോൾ അവർ ബോർഡറിലാണ്, ഒരു അരമണിക്കൂർ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എമ്മിമോ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അവിടെ നമ്മളെ ജിദ്ദേനെ അപേക്ഷിച്ച് ഇവിടത്തേനേക്കാളും ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ വന്ന് നമ്മൾ വണ്ടി മാറി കയറി നേരെ ബോർഡറിലോട്ട് പോവാണ് കേട്ടോ.
നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ബോർഡറിലേക്ക് പോകുന്ന ഒരു കാഴ്ച. കാരണം നമ്മൾ ബഹ്റൈൻ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വൈബാണ്. നമുക്കങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും ഇൻക്ലൂഡ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ കൂടെ വേറെയും 2 ആളുകളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലായതുകൊണ്ട് നമുക്ക് അധികം വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മളിതാ പെട്ടെന്നൊരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതൊന്നും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഈ ബോർഡർ വരെ വരാം, ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല എന്നുള്ളൂ. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു കേട്ടോ. അറിയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കോബാറിൽ നിന്ന് തന്നെ വേറെ വണ്ടിയിൽ വരില്ലായിരുന്നു. കാരണം ആ ബോർഡറിൽ വന്നാൽ തന്നെ അവിടെ തന്നെ ഒരുപാട് ടാക്സിക്കാരുണ്ട് കൊണ്ടുപോയി കൊണ്ടുവരണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കുറയും. കാരണം ബോർഡറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വരാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ കുറഞ്ഞു കിട്ടും. നമുക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ വന്ന് നമ്മളുടെ വണ്ടിക്കാരനോട് ചോദിച്ചപ്പോഴാണ് വരാം, ബോർഡർ വരെ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ലാലും പോന്നു. കാരണം ബഹ്റൈൻ ബ്രിഡ്ജൊക്കെ ഒന്ന് കാണാമല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ദമ്മാമിൽ പോണത്. അപ്പോൾ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആളും ഞങ്ങളുടെ കൂടെ പോകുന്നതാണ്. ഇത് നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഹസ്ബൻഡ്മാരൊന്നും കൂടെ വേണം എന്നില്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ കൂടെയും ലാല് വന്നിട്ടുള്ളത്. പിന്നെ എന്താ ഏതാണെന്ന് അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ല. ഇനിയൊരു പ്രാവശ്യം പോകാനാണെങ്കിൽ ധൈര്യത്തിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊന്നും അറിയണ്ട. കാരണം നമ്മളെ കൊണ്ടുപോകുന്ന ആളുകൾ വണ്ടിയത്തെ ഡ്രൈവർമാരാണ് നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിത് അവിടെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത് കേട്ടോ. നമ്മളുടെ ജിദ്ദയിൽ പലതിലും ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വഞ്ചിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കഴിക്കാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നേരാണ് പറഞ്ഞത് 4 പേർക്ക് കഴിക്കാനായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് അവർ സെർവ് ചെയ്യുന്നത്, ചെറിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അത് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഒരു ഡ്രിങ്ക് കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ കൂജ സർബത്ത് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവും അതുപോലെ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എമിമോൻ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിത് അവനെ അവിടെയും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എമിമോൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് ടൈമുണ്ട് കേട്ടോ തിരിച്ചു പോകാൻ. നൈറ്റ് 9:30ക്കാണ് നമ്മളുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതുവരേക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളൊരു മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തൈ മാളെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വലിയൊരു മാളാണ്. ജസ്റ്റ് കാണാനായിട്ട് ടൈം പോകേണ്ട. അപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ച സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഞമ്മക്ക് തന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോന്നാൽ മതി എന്നായിരുന്നു കേട്ടോ. കാരണം അത്രയും ചൂടാണ്. കാരണം മുഖമൊക്കെ ഒരു പൊള്ളണ പോലെ അങ്ങനത്തെ ഒരു ചൂടായിരുന്നു കേട്ടോ. നമ്മുടെ ജിദ്ദയിൽ എനിക്ക് തോന്നുന്നു അത്ര ചൂടില്ല എന്ന്. എന്നാലും ചൂട് തന്നെയാണ് ഇവിടെ. പക്ഷേ ദമ്മാമിൽ ഭയങ്കര ചൂട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തൊക്കെ ഒന്ന് പോയി. പിന്നെ ഇതിൻ്റെ മുകളിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വലിയൊരു ഏരിയ ഉണ്ട്. അങ്ങോട്ട് കയറിയത് മെമിക്കുട്ടി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് റൈഡുകളുണ്ട് ഇവിടെ. നമ്മൾ കാണാത്ത രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അത്രക്കും വലിയൊരു പ്ലേ ഏരിയ ആയിരുന്നു. അപ്പോൾ എമിമോൻ ഇവിടെ ഇങ്ങനെ ഓരോന്നിൽ കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ അടുത്ത് ഓൾറെഡി ഒരു കാർഡ് ഉണ്ട്. പക്ഷെ അത് രണ്ടും കമ്പനി വേറെ ആയതുകൊണ്ട് തന്നെ അത് അവിടെ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എമിക്കുട്ടിനോട് പറഞ്ഞു നമ്മളിവിടെ വെറുതെ കാർഡ് എടുത്തിട്ട് കാര്യമില്ല, രണ്ടും നമുക്ക് അവിടെ പോയി ഈ കാർഡ് കൊണ്ടൊന്നും യൂസ് ഇല്ല, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് ഓന് വാങ്ങിച്ചിട്ടുള്ള ക്യാൻഡിയൊക്കെ ഇങ്ങനെ കഴിച്ച് ഓനിങ്ങനെ ഇവിടെ കാണാത്തതൊക്കെ അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമുക്കിങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്തായാലും ഈവനിങ് ആവട്ടെ, പുറത്തിറങ്ങാനും ഭയങ്കര ചൂടുവാണല്ലോ. അങ്ങനെ പിന്നെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ എമിക്കുട്ടി ഇത് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ലാലു ഇങ്ങനെ അവൻ്റെ ഇവിടുത്തെ കാർഡ് എടുത്തിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ഇത് വർക്കാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ അവൻ അതിൻ്റെ പുറത്തൊക്കെ കയറി ജസ്റ്റ് ഒന്ന് ഫോട്ടോസും ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തു. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറേ സമയം നമ്മൾ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റിലുള്ള ടിക്കറ്റ് എടുത്തത് ഭയങ്കര പൊട്ടത്തരായിരുന്നു ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം വെറുതെ കുറേ സമയം നമ്മളിവിടെ കാര്യമില്ലാതെ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ഇവിടുത്തേത് കഴിയുന്നുള്ളത്. കാരണം ഞങ്ങൾ ജോർദാനിൽ പോയ അതുപോലെ തന്നെ ഭയങ്കര തിരക്കായിരിക്കും, ടൈം ലേറ്റ് ആവുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നൈറ്റ് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇവിടെ തീരെ തിരക്കില്ല കേട്ടോ. ഒരു മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാതും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട്.
പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് രാവിലെയൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഈവനിങ്ങിലോ അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റ് എടുത്തിട്ട് പോവാം കേട്ടോ. ഒരു 3 മണി 3:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ജസ്റ്റ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. അതുവരെയൊക്കെ ചെറുതായിട്ടൊന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ നല്ലൊരു അടിപൊളി ബീച്ചാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സ്ലൈഡും ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ എമ്മിമോന് പറഞ്ഞു എനിക്ക് കളിക്കണം ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓൻ്റെ ഒരു ഇഷ്ടത്തിന് ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിയതും വേണ്ടായിരുന്നു എന്ന് തോന്നി, അത്രയും ചൂടായിരുന്നു. പിന്നെ നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് എമ്മിമോന് വാശി പിടിച്ച് കളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളൊരു 10 മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ നല്ല രസീകാരം ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ. പക്ഷെ നമ്മളെ ജിദ്ദയിലൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് ആളുകളുണ്ടാവും കേട്ടോ. ഒരു പൂച്ചക്കുട്ടി പോലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, അത്രയും ചൂടും വെയിലൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ പോകുന്നു കേട്ടോ. ഇതിനിടയിൽ എമ്മിക്കുട്ടി കുറച്ച് നേരം കൂടി കളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലാലും എമ്മി അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ ചൂടുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നല്ല വലിയൊരു മരം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നിന്നിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ നടക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറുതായിട്ട് റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടുനോക്കുക. ഈ ഒരു മരത്തിൻ്റെ ചുവട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും ചൂടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് നമുക്ക് തോന്നില്ല കേട്ടോ. കാരണം നമുക്ക് ആ ചൂട് അറിയുന്നേ ഉണ്ടായിരുന്നില്ല അവിടെ നിന്നപ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോവുകയാണ് കേട്ടോ. ഇനി നേരെ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ളത് എയർപോർട്ടിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഫുള്ളൊരു ബീച്ച് പോലെയാണല്ലോ ഇവിടെ. അപ്പോൾ ഒരുപാട് പാർക്കുകളും നല്ല അടിപൊളി ബീച്ച് സൈഡൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് നല്ല കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ ചിത്തത്തെ പോലെ അങ്ങനെ കുറേ ആളുകളൊന്നും പുറത്തില്ലാതെ ഭയങ്കര കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. അങ്ങനെ ഇതാ ഞങ്ങളൊരു 6:30 ഒക്കെ ആയപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ഫസ്റ്റ് വണ്ടി കൊടുക്കണം. അതാണ് കേട്ടോ ഇനി ഫസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ പേപ്പേഴ്സൊക്കെ നമുക്ക് ആ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട്. നമ്മൾ മുന്നേ തന്നെ ബോർഡിംഗ് പാസ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിതാ നേരെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമ്മിക്കുട്ടി ഇവിടെ വന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അവൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് ടൈം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ വിചാരിച്ചു ലോഞ്ചിൽ കയറാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മുന്നേ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ ഉള്ളിൽ കയറി ഇനി ലോഞ്ചിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് മൊത്തം എമ്മിമോന് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു റിസ്ക് ആലോചിച്ചിട്ട് നമ്മുടെ അടുത്ത് കാർഡും ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മളിനി ലോഞ്ചിൽ പോയിട്ടിരുന്നാൽ അവിടെ അമർന്നിരുന്നോളെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ലോഞ്ചിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളൊരു കോഫിയും 1-2 സാൻഡ്വിച്ചൊക്കെ എടുത്ത് നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എമ്മിക്കുട്ടി കുറച്ച് പെപ്സിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ ആൾ അതേറ്റവും അവിടെ കുറച്ച് സമയമൊക്കെ അമർന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾക്കതൊക്കെ മടുത്തിട്ടുണ്ടായിരുന്നു. പോവാന്നുള്ള പാട്ട് തുടങ്ങി. ഇതിനിടയിൽ ലാലിൻ്റെ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ MBA ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും സമയം വെറുതെ ഇരിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ എമ്മിമോൻ ഇങ്ങനെ ഞങ്ങളുടേതായിട്ടുള്ള വർത്താനം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. എമ്മിക്കുട്ടീൻ്റെ ജ്യൂസിൽ മധുരം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോഫിക്ക് ഇടാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മധുരമൊക്കെ പൊട്ടിച്ചിട്ട് അതിലിടുകയാണ് കേട്ടോ. എന്നിട്ട് കുക്ക് ചെയ്യണ പോലെ ഇങ്ങനെ എമ്മച്ചത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വികൃതി കൂടിയപ്പോൾ അവിടെ ഉള്ളൊരു ബേബി ചെയർ എടുത്തിട്ട് ഞാൻ അതിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒറ്റയ്ക്ക് നീക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫ്ലൈറ്റിൽ കയറാനായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എമ്മിക്കുട്ടി അങ്ങനെ തുള്ളിച്ചാട്ടി പോകുന്നുണ്ട്. ആൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഉറങ്ങണം എന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിനി നേരെ പോവട്ടെ. അങ്ങനെ ഞങ്ങളിതാ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എമ്മിക്കുട്ടി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഫുഡൊന്നുമില്ല കേട്ടോ, ഫുഡിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ലോഞ്ചിൽ നിന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എമ്മിക്കുട്ടിക്ക് ചോക്ലേറ്റ്സും ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന്. അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എമ്മിമോന് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അവിടെ എത്തുമ്പോൾ ഇപ്പോൾ എയർപോർട്ടിൽ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയുള്ളൂ. നമ്മൾ കൂടുതലായിട്ടൊന്നും പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല, എമ്മിമോനെ ഉറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയുള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.